ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ, ലാഹൗലലേഹ്യം മുഴുവനും അതിനുള്ളതാ. 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. ഇത് മുസ്തഫ നബി തന്നെ നിർദ്ദേശിച്ചതാ, ഇതിനുള്ള രുചിയും തിന്നു തന്നറിയേണ്ടതാ. സ്വർഗത്തിലെ നിധി എന്ന് നബി പേരിട്ടതാ, അത് അതിശയോക്തിയിൽ പെട്ടതല്ലെന്നുള്ളതാ. ഇതുപോലെ മിസ്ബാഹുൽ ഉള്ളതാ, 91-ാം പേജ് 1-ൽ വന്നതാ. ഇത് ചൊല്ലി സ്വപ്നമിൽ എന്നു കണ്ടാൽ നല്ലതാ, ഒരു സംശയം ഇല്ലാതെ ധനമെത്തുന്നതാ. നിധി കിട്ടണം എന്നുള്ളതും കൗലുള്ളതാ, അത് ഇബ്നു ഷാഹിൻ വ്യക്തമായി പറയുന്നതാ. നിനക്കെത്ര തിന്നാം അത്രയും ദഹിക്കുന്നതാ, സമയം അതിനൊരു ക്ലിപ്തവും ഇല്ലാത്തതാ. അതിരാവിലെ സുബ്ഹിക്ക് ശേഷം നല്ലതാ, അതുപോലെ വൈകിട്ടും കുറേ തിന്നേണ്ടതാ. ഇത് റബ്ബിനാണൊരു മായവും ചേരാത്തതാ, അള്ളാഹുവിൻ്റെ റസൂല് സ്വന്തം ചെയ്തതാ. ലൈസൻസ് എടുത്തിത് തിന്നലേറ്റം നല്ലതാ, ഉടനടി ഫലം എത്തുന്നതിനുതകുന്നതാ. ഇത് ബിസ്മി മുഴുവൻ ചേർത്ത് തിന്നൽ നല്ലതാ, അതിനിടയിലപ്പോൾ വാവ് ചേർത്തിരിക്കേണ്ടതാ. മടിക്കാതെ തന്നിത് നിത്യവും കഴിക്കേണ്ടതാ, മൗത്തിൻ്റെ സമയം മംഗളം പാടുന്നതാ. ഇത് ബാഖിയാത്തു സ്വാലിഹാത്തിൽ പെട്ടതാ എന്നുള്ളതും ഇഹ്യായിലും വിവരിച്ചതാ. നിഅമത്ത് നീക്കാതെപ്പോഴും കാക്കുന്നതാ, അൽ കഹ്ഫിലെ ലൗല മുതൽ നോക്കേണ്ടതാ. കണ്ണിന് ദേറ്റം കൗതുകം നൽകുന്നതാ, ഖബറിൽ കടന്നാൽ കണ്ടു തന്നറിയേണ്ടതാ. ക്ലേശത്തിനെന്നും എപ്പോഴും ഉതകുന്നതാ, ഖൽബിന് സന്തോഷം സദാ പുതുക്കുന്നതാ. ആബാലവൃദ്ധം മുഴുവനും പറ്റുന്നതാ, ആശ്വാസം എന്നത് സകലതും ഇതിലുള്ളതാ. അസുഹാബികൾ ഇത് യുദ്ധമിൽ തിന്നുന്നതാ, അതിനാൽ വിജയം കണ്ട് സ്തുതി പാടുന്നതാ. ഇത് മുർസലീങ്ങളുടെ എണ്ണമിൽ ഖൈറുള്ളതാ, ഹമ്മെന്ന സൈന്യം തോറ്റ് കീഴടങ്ങുന്നതാ. മടിക്കാതെ തിന്നവൻ എപ്പോഴും രുചിയുള്ളതാ, രുചിക്കാതെ തിന്നവനും ഫലം ലഭിക്കുന്നതാ. ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ തീരാത്തതാ, കഴിയുന്നതും ഇത് തിന്ന് ശീലിക്കേണ്ടതാ. അലയുന്ന നാളിൽ ഏറ്റവും വിലയുള്ളതാ, തിന്നാത്തവൻ വല്ലാഹി കൈ കടിക്കുന്നതാ. മീസാനിൽ എന്തൊരു ഭാരവും ഇതിനുള്ളതാ, അർശിൻ്റെ തണലിലിരുന്നവൻ സുഖിക്കുന്നതാ. ഔദാര്യമുള്ള ഇലാഹിനിഷ്ടപ്പെട്ടതാ, അതിനുള്ള കൂലി ലഭിച്ചു കൺകുളിർക്കുന്നതാ.